താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ചരിത്ര പ്രസിദ്ധമായ തട്ടുപാറ കുരിശുമുടിയിൽ 40-ാം വെള്ളി ആചരണവും ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും ആഘോഷിക്കും. മാർച്ച് 27-ന് മുരിങ്ങാടത്തുപാറ കപ്പേളിൽ നിന്ന് മഞ്ഞപ്ര ഫൊറോന തലത്തിൽ തട്ടുപാറ മലയിലേക്ക് മഞ്ഞപ്ര ഫൊറോന വികാരിയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ആരംഭിക്കും എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1925 അവിടെ ഒരു ദേവാലയം ഉയരാനും അത് വന്ന് വെഞ്ചരിക്കാനും കാരണമായത് അതിനു മുമ്പുണ്ടായിരുന്ന അതിൻ്റെ പൈതൃകമാണ്. അന്നത്തെ എറണാകുളം മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്യമാർ കണ്ടത്തിൽ അഗസ്തീനോസ് തിരുമേനിയാണ് 1925 ആ പള്ളി വന്ന് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പള്ളി വന്ന് വെഞ്ചരിച്ചത്. പിന്നീട് അതിൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന പാറമടകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് കേടുപാടുകളൊക്കെ ആ പള്ളിക്ക് സംഭവിച്ചെങ്കിലും ഇന്നും ആ പള്ളി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവിടെ തുടരുകയാണ്. ചരിത്രപ്രസിദ്ധമായ തട്ടുപാറ കുരിശുമുടിയിൽ 40-ാം വെള്ളി ആചരണവും ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും ആഘോഷിക്കും. മാർച്ച് 27-ന് മുരിങ്ങാടത്തുപാറ കപ്പേളയിൽ നിന്ന് മഞ്ഞപ്ര ഫൊറോന തലത്തിൽ തട്ടുപാറ മലയിലേക്ക് മഞ്ഞപ്ര ഫൊറോന വികാരിയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ നോമ്പുകാല ബൈബിൾ കൺവെൻഷൻ നടത്തുകയുണ്ടായി. ഇപ്പോൾ 40-ാം വെള്ളിക്ക് യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെ പ്രാർത്ഥനയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് നോമ്പുകാലത്ത് ക്രൈസ്തവർ 40-ാം വെള്ളി ആചരിക്കുന്നത്. ആ 40-ാം വെള്ളിക്ക് ഈ വർഷം 27-ാം തീയതി മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം മഞ്ഞപ്ര പ്രദേശത്തുള്ള വിവിധ പള്ളികളിൽ നിന്ന് മഞ്ഞപ്ര ഫൊറോന വികാരി വെറിറോറൻ ഫാദർ ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും അൽമായരും എല്ലാം ചേർന്ന് തട്ടുപാറ തീർത്ഥാടനം നടത്തുകയാണ് ഈ 40-ാം വെള്ളിക്ക്. തട്ടുപാറയിലേക്ക് 6 മണിക്ക് മുരിങ്ങാടത്തുപാറ സെൻറ് ആൻ്റണീസ് കപ്പേളയിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം തട്ടുപാറയിലെത്തി തട്ടുപാറയിലെ പള്ളിയുടെ മുറ്റത്ത് ആഘോഷമായ ദിവ്യബലി നടത്തിയതിന് ശേഷം എല്ലാവർക്കും നേർച്ചക്കഞ്ഞി നടക്കുന്നുണ്ട്. ആഘോഷമായ സമൂഹബലിക്ക് മഞ്ഞപ്ര ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കൽ നേതൃത്വം നൽകും. ഏപ്രിൽ 3-ന് മേരിഗിരി പള്ളിയിൽ നിന്ന് പരിഹാര പ്രദക്ഷിണം, പീഡാനുഭവ സന്ദേശം എന്നിവ ഉണ്ടാകും. പുതുഞായർ തിരുനാളിന് ഫാദർ ബാബു കളത്തിൽ കൊടിയേറ്റും. തുടർന്ന് ദിവ്യബലി, നൊവേന, തിരുവചന സന്ദേശം എന്നിവയുണ്ടാകും. ഏപ്രിൽ 12-ന് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് KCYM അതിരൂപത ഡയറക്ടർ ഫാദർ എബിൻ ചിറക്കൽ കാർമ്മികത്വം നൽകും. ഫാദർ ജോസ് ചാത്തേലി സന്ദേശം നൽകും. 2026 മാർച്ച് 27 40-ാം വെള്ളി നമ്മൾ ആചരിക്കുകയാണ്. നമ്മൾ മുരിങ്ങാടത്തുപാറ കപ്പേളയിൽ നിന്ന് കുരിശിൻ്റെ വഴി എത്തിച്ച് തട്ടുപാറ ചെല്ലുന്നു. അതിനുശേഷം സന്ദേശം നൽകുകയാണ്. 40-ാം വെള്ളിയുടെ അന്ന് വൈകിട്ട് നേർച്ചക്കഞ്ഞി ഉൾപ്പെടെയാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ഏപ്രിൽ 3-ാം തീയതി പരിഹാര പ്രദർശനം, പീഡാനുഭവ ചരിത്രം, അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുന്നു. പുതുഞായർ തിരുനാൾ വളരെ ആഘോഷപൂർവ്വമാണ് നമ്മൾ നടത്തുന്നത്. 2026 ഏപ്രിൽ 10, 11, 12 തീയതികളിലാണ് നമ്മൾ നടത്തുന്നത്. അന്ന് കൊടിയേറ്റ് നമ്മുടെ ഭവനപടി വികാരി ബാബച്ചനാണ് നടത്തുന്നത്. ദിവ്യബലി, തുടർന്ന് വചന സന്ദേശം, നേർച്ച, സദ്യ, എല്ലാ പരിപാടികളായിട്ടാണ് നമ്മൾ അന്ന് പുതുഞായർ തിരുനാൾ ആഘോഷിക്കുന്നത്. തട്ടുപാറ നമ്മൾ ചെറുപ്പം തുടങ്ങി, അതായത് ഓർമ്മ വെച്ച കാലം തുടങ്ങി തട്ടുപാറ കയറുകയും അവിടുത്തെ തോമാശ്ലീഹയുടെ പള്ളിയിൽ പോവുകയും അന്നുള്ള ഭംഗിയും ഇന്നുള്ള ഭംഗിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്ന് പ്രകൃതി അത്ര മനോഹരമായിരുന്നില്ല. എന്നാൽ ഇന്ന് അതിമനോഹരമായ ഭംഗിയും വിശ്വാസികൾ ധാരാളം കയറിയിറങ്ങുകയും ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ആയിരങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ബാബു ജോസഫ് കളത്തിൽ, ഡേവിസ് മരോട്ടിക്കൽ, ജോസ് തോട്ടക്കര, സെബി ചക്രംപിള്ളി, ബൈജു ചിറ്റിനപ്പള്ളി, ഡേവിസ് ചെറിയത്ത് എന്നിവർ പങ്കെടുത്തു.